ഗൈസ് 2 മണിക്കൂർ 20 മിനിറ്റിൻ്റെ ഒരു മെഗാ സീരിയൽ കണ്ടു. വിത്ത് കുറേ എമ്മില്ലാത്ത മാസും അനാവശ്യ കുറേ സീൻസും കുറേ സ്ലോ മോഷനും കുറേ ബീജിയവും. ജോജു ചേട്ടൻ്റെ ഷാജി കൈലാസ് പടം വരവ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ വരേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി. എന്തോന്നും സിനിമയാണ്. ഞാൻ കൂടുതലായിട്ട് അതാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാന്ന് വെച്ചാൽ. എന്തിനാണ് ഞാൻ വെറുതെ എൻ്റെ വായിലെ വെള്ളം പറ്റിക്കുന്നത്? കുറേ എന്താ പറയുക, സിനിമാറ്റോഗ്രാഫിയിലൊക്കെ കുറേ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ കുറേ ഇടത്തൊക്കെ വല്ലാണ്ട് ഇതാക്കി പോയി. ലൈറ്റിംഗ് ആയാലും കളറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവമേ. അതുപോലെ ഒരു ഷാജി കൈലാസ് ആണ് ഈ സിനിമ എടുക്കണത്. പുള്ളീൻ്റെ ഈ കാപ്പയായാലും കടുവയായാലൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായ സിനിമകളാണ്. ഇപ്പോൾ ഒരുവിധം ആർക്കും ഇഷ്ടപ്പെടാതെ തിയേറ്ററിൽ വലിയ കളക്ഷനൊന്നും അടിക്കാതെ പോയ സിനിമകളാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം വർക്കായ സിനിമകൾ അതിൻ്റെ ഒരു ക്വാളിറ്റി പോലും ഇല്ല. എന്തിനൊക്കെയോ വേണ്ടി ജോജു ചേട്ടൻ പുള്ളി ഒരിക്കലും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എന്തായിരുന്നു, ഇഷ്ടംപോലെ നടന്മാരുണ്ട് ഈ സിനിമയിൽ. നമ്മൾ കണ്ടുപരിചയമുള്ളതും പഴയ സിനിമയിലും പുതിയ സിനിമയിലും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് കാര്യം ഇരിക്കുകയാണ്, അസഹനീയം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല ഗൈസ്. അത് വല്ലാത്തൊരു വരവായി പോയി. ഞാനിപ്പോൾ കഴിഞ്ഞപ്പോൾ നോബഡി കണ്ടപ്പോൾ അതിൽ സെക്കൻഡ് ഹാഫ് ഡ്യൂറേഷൻ കൂടുതലാണെന്ന് പറഞ്ഞത്. ഇത് 2.25 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ പടം തീരണ്ടേ? ഇതിൽ സ്ലോ മോഷൻ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ സാധനമേ ഉള്ളൂ ഈ സിനിമയിൽ. ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ല. ഇപ്പം ജോജു ചേട്ടൻ്റെ പഞ്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്മാതിരി ഇമോഷണൽ കണക്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പണിയിലായാലും പൊറിഞ്ചു പറയും ജോസിലായാലും ഇവൻ ആൻ്റണിയിലായാലും പോലും ആ ഒരു സാധനമുണ്ട്. ഇതിൽ എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമ. ഒന്നും പറയാനില്ല. എല്ലാവരും അവരുടെ ഇഷ്ടപ്രകാരം കാണാൻ വേണ്ടിയെന്ന് വിചാരിക്കുക. എൻ്റെ മനസ്സിലുള്ള ഷാജി കൈലാസിന് ഇങ്ങനത്തെ ഒരു സിനിമയെ പുള്ളി എടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കാൻ പോവാണ്. ദാറ്റ്സ് ഓൾ.